ടെലിവിഷൻ രംഗത്തും ബിഗ് സ്ക്രീനിലും ശ്രദ്ധേയ സാന്നിധ്യമായി മാറിയ നടനാണ് സാജു നവോദയ. രശ്മി എന്നാണ് സാജു നവോദയയുടെ ഭാര്യയുടെ പേര്. ഇരുവർക്കും മക്കളില്ല. പരസ്പരം തുണയായി സന്തോഷകരമായ ജീവിതം നയിക്കുകയാണ് ഇവർ ഇപ്പോൾ. മക്കളില്ലാത്തതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് സാജു നവോദയയും രശ്മിയും. വൺ ടു ടോക്സിക്കിന് നൽകിയ അഭിമുഖത്തിലായിരുന്നു ഇവർ സംസാരിച്ചത്. എല്ലാ കുട്ടികളും ഞങ്ങളുടെ കുട്ടിയാണ്. ആഗ്രഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഞങ്ങൾക്കൊരു സ്ഥലത്ത് പോയിട്ട് കുട്ടികളില്ലല്ലോ എന്ന ഫീൽ ഞങ്ങൾക്കുണ്ടായിട്ടില്ല. എൻ്റെ വീട്ടിൽ നിന്നോ ഇയാളുടെ വീട്ടിൽ നിന്നോ അങ്ങനെ ഒരു പ്രശ്നവുമില്ല. ഇത്രയും വയസ്സായപ്പോൾ ഇനിയിപ്പോൾ കുട്ടിയുണ്ടായാൽ വളർത്തേണ്ടേ? ഇനിയൊരു കുഞ്ഞായി അതിനൊരു നല്ല പ്രായമെത്തുമ്പോൾ ഞങ്ങൾ ഏതാണ്ട് പ്രായത്തിലായിരിക്കും. അവർക്ക് 10, 12 വയസ്സുള്ളപ്പോൾ ഞങ്ങൾ അനാഥാലയത്തിൽ കൊണ്ടുവിടേണ്ടി വരും. എന്നാലേ അവർക്ക് സുഖമായി ജീവിക്കാൻ പറ്റുമെന്ന് സാജു നവോദയ പറഞ്ഞു. ട്രീറ്റ്മെന്റ് ഉണ്ടായിരുന്നു. ഒരു പ്രാവശ്യം പോസിറ്റീവ് ആവുകയൊക്കെ ചെയ്തതുമാണ്. പെൺ പ്രഗ്നൻസിയെക്കുറിച്ച് മാറ്റിയതും അതുകൊണ്ട് തന്നെയാണ്. ഇവരൊക്കെ ഒഴിവാക്കിയാൽ നല്ലതായിരിക്കുമെന്ന് ഡോക്ടർ തന്നെ പറഞ്ഞു. അലർജി പുറഭാവമുണ്ടായിരുന്നു. ഭാര്യ രശ്മിയും പറഞ്ഞു. ഇപ്പോൾ ട്രീറ്റ്മെന്റുകളൊന്നും ചെയ്യുന്നില്ലെന്ന് ഇവർ വ്യക്തമാക്കുകയും ചെയ്തു. ഞങ്ങൾ ഏറ്റവും കൂടുതൽ സന്തോഷത്തോടെ ജീവിക്കുന്നത്. നമ്മൾ ജീവിതത്തിൽ സന്തോഷങ്ങൾ തിരഞ്ഞെടുക്കുന്ന രീതി പോലായിരിക്കും സന്തോഷം. വിശേഷം എന്ന സിനിമ കണ്ടപ്പോൾ അതിലെ പല സീനുകളും പലർക്കും തമാശയായിരുന്നു. പക്ഷെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ചങ്കിൽ കൊള്ളുന്ന സീനാണ്. സിനിമയിൽ ടെസ്റ്റ് ചെയ്യാൻ പോകുന്ന ആള് ജീവിതത്തിൽ ഞാനാണ്. ചമ്മിയാണ് അങ്ങോട്ട് പോകുന്നത്. അതിലും ചമ്മിയാണ് തിരിച്ചു വരുന്നത്. ആ സീനുകൾ കാണുമ്പോൾ പിടച്ചിലാണ്. കുറേ നാൾ അനുഭവിച്ചതാണ്. ഒരിക്കൽ ഞങ്ങൾ രണ്ടുപേരും ഉരുളി കമഴ്ത്താൻ മണ്ണാറശാല ക്ഷേത്രത്തിൽ പോയി. അന്ന് ഉരുളി മേടിക്കാൻ പൈസയില്ല. ഞങ്ങൾ ഒപ്പിച്ചതൊക്കെ പോയതാണ്. അവിടെ ചെന്നപ്പോൾ വേറൊരു ചേച്ചിയും ചേട്ടയും ഉരുളി കമഴ്ത്തുന്നു. 55 വയസ്സുള്ള ചേട്ടനും ചേച്ചി. എൻ്റെ ഭഗവാനെ, ഞങ്ങൾക്കില്ലെങ്കിലും കുഴപ്പമില്ല. അവർക്ക് കുഞ്ഞിനെ കൊടുക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ചു. തിരിച്ചു വരുമ്പോൾ ആർക്കു വേണ്ടിയാണ് പ്രാർത്ഥിച്ചതെന്ന് ഇവളോട് ഞാൻ ചോദിച്ചു. ഞാൻ ആ ചേട്ടനും ചേച്ചിക്കും വേണ്ടിയാണെന്ന് അവൾ പറഞ്ഞു. ആശുപത്രിപ്പറമ്പ് വിറ്റിട്ട് പൈസയും കൊണ്ട് വന്നിരിക്കുന്നവരെ ഞാൻ കണ്ടിട്ടുണ്ട്. പിന്നെ ഓരോ ഏരിയയിലും ഓരോ കഥാപാത്രം കാണാമെന്ന് സാജു നവോദയ പറയുന്നു. 2024 റിലീസ് ചെയ്ത സിനിമകളിലാണ് വിശേഷം. മക്കളില്ലാത്ത ദമ്പതികൾ നേരിടുന്ന പ്രശ്നങ്ങൾ രസകരമായ ചിത്രത്തിൽ കാണിച്ചു.